രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാത സിലിണ്ടറുകളുടെ വില കുത്തനെ വർദ്ധിപ്പിച്ചു. സിലിണ്ടറിന് 993 രൂപയാണ് ഒറ്റയടിക്ക് കൂട്ടിയത്. സിലിണ്ടറിന് തീ വിലയായതോടെ ഭക്ഷണത്തിന് വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ഹോട്ടൽ ഉടമകൾ. മാർച്ചിൽ 115 രൂപ, ഏപ്രിലിൽ 195. പശ്ചിമ ബംഗാളിലെ വോട്ടെടുപ്പ് പൂർത്തിയായതിന്റെ രണ്ടാം നാൾ കൂട്ടിയത് 993 രൂപ. ഇത്രയും അധികം തുക ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കുന്നത് അപൂർവം. ഇതോടെ 19 കിലോ സിലിണ്ടർ ലഭിക്കാൻ 3000-ലധികം രൂപ നൽകണം. 3085 രൂപയാണ് കൊച്ചിയിൽ പുതുക്കിയ വില. കൊൽക്കത്തയിൽ 3355-ഉം ചെന്നൈയിൽ 3259 രൂപയുമാണ്. പശ്ചിമേഷ്യൻ സംഘർഷവും ചരക്കുനീക്കം തടസ്സപ്പെട്ടതുമാണ് വില കൂട്ടാൻ കാരണമായി എണ്ണ കമ്പനികൾ പറയുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ ഹോട്ടലുകൾക്ക് കനത്ത ആഘാതമായി വിലവർധന. LPG ലഭ്യത കുറഞ്ഞതോടെ പലരും വിഭവങ്ങൾ കുറച്ചാണ് നിലവിൽ ഹോട്ടലുകൾ നടത്തുന്നത്. ചെലവ് കുത്തനെ കൂടുമെന്നതിനാൽ വില കൂട്ടാൻ ഹോട്ടൽ ഉടമകളും നിർബന്ധിതരാകും. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പം നിലവിൽ ഏറ്റവും പെട്ടെന്ന് ഒരു ഹോട്ടലുകാരന് സർവൈവ് ചെയ്യാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ വില കൂട്ടുക എന്നുള്ളതാണ്. കാര്യം അല്ലാതെ എങ്ങനെ പിടിച്ചു നിൽക്കുക? ഒരു സിലിണ്ടർ ഒരു ദിവസം ഉപയോഗിക്കുന്ന ഒരു ഹോട്ടലുകാരന് വരെ 1000 രൂപ അഡീഷണൽ ചെലവാണ്. ഈ 1000 രൂപ അവൻ എവിടെ നിന്ന് കണ്ടെത്തും? അപ്പോൾ തീർച്ചയായിട്ടും വില കൂട്ടിയേ പറ്റുള്ളൂ. ഇന്നിപ്പോൾ 12 രൂപക്കും 10 രൂപക്കൊക്കെ ചായ വെക്കുന്ന പല കടകളുണ്ട്. അതൊക്കെ മിക്കവാറും ഒരു 14 15 ഒക്കെ ആയി മാറുന്നുള്ളതിലൊരു സംശയമില്ല. എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് എടുത്തിട്ട മാതിരി ഈ മേഖല വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വല്ലാതെ അങ്ങനെ വില വർദ്ധിപ്പിച്ച് ആര് വന്ന് കഴിക്കാനാ? വാങ്ങാനും കൂടി ആൾക്കാർക്ക് കഴിയേണ്ട വല്ലാത്തൊരവസ്ഥയിലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്യാസിൻ്റെ വില ഇങ്ങനെ വർദ്ധിച്ചാൽ വലിയ കഷ്ടമാണ്. ഇവർ രാവിലെ ഇരുട്ടടി പോലെ നേരം വെക്കുമ്പോൾ ഓരോന്ന് കേൾക്കുന്നു. എന്താ ചെയ്യാനാണ്? ഇനി താങ്ങാൻ പറ്റില്ല, വില കയറ്റാനും പറ്റില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഇന്ധനവില വർദ്ധിക്കുമെന്ന അഭ്യൂഹങ്ങൾ വ്യാജമെന്ന് ഇതുവരെ കേന്ദ്ര സർക്കാർ ആവർത്തിച്ചിരുന്നത്. എന്നാൽ പാചകവാതക വില കൂട്ടിയതോടെ പെട്രോൾ ഡീസൽ വിലയും ഉടൻ വർദ്ധിപ്പിച്ചേക്കും. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.